എല്ലാവർക്കും ശങ്കർ ഐഎസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ബിംസ്റ്റെക് ആണ്. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കോണമിക് കോപ്പറേഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ബിംസ്റ്റെക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? കാരണം റീസെന്റ് ബിംസ്റ്റെക്കിന്റെ 6th സമ്മിറ്റ് തായ്ലൻഡ്, അതും April 4th നടന്നു. നമ്മുടെ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സമയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബിംസ്റ്റെക് ഉച്ചകോടി എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു 4-5 വർഷത്തെ കണക്കുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ബിംസ്റ്റെക് എന്ന് പറയുന്നത് തന്നെ, ഇപ്പൊ നിങ്ങൾ 12th NCERT പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം റീജിയണൽ ഗ്രൂപ്പിങ്ങുകളെ കുറിച്ച് അറിയാൻ സാധിക്കും. ഉദാഹരണത്തിന് സാർക്ക്, ആസിയാൻ, യൂറോപ്യൻ യൂണിയൻ പോലുള്ള. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനാണ് ബിംസ്റ്റെക്. പക്ഷെ ബിംസ്റ്റെക് പ്രതിനിധാനം ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാൾ അതായത് ബേ ഓഫ് ബംഗാൾ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളാണ്. അതായത് അതിൽ ഇന്ത്യയുണ്ട്, ശ്രീലങ്കയുണ്ട്, ഭൂട്ടാനുണ്ട്, നേപ്പാളുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, അതുപോലെ തന്നെ മ്യാൻമർ, തായ്ലൻഡ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റീസെന്റ് ആയിട്ടുള്ള ടൈമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മ്യാൻമറിൽ വലിയൊരു ഭൂചലനം ഉണ്ടാകുകയും അതിൽ ഏതാണ്ട് 3000-ലും മേൽപ്പെട്ട ആളുകൾ മരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് പാസ്റ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ശ്രീലങ്കയിൽ ഒരു വലിയ പൊളിറ്റിക്കൽ ക്രൈസിസ് വളരെ റീസെന്റ് ആയിട്ട് നടന്നു. അതുപോലെ തന്നെ നേപ്പാളിലും ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തായ്ലൻഡിൽ അവർക്ക് അവരുടേതായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെയും ഈ പറയുന്ന തൊഴിലില്ലായ്മ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ രൂക്ഷമാണ്. ഇന്ത്യയിലും അതുപോലെ തന്നെയുള്ള രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഇന്ത്യയിലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ബിംസ്റ്റെക് ഉച്ചകോടിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഈ ഒരു സമയത്തുണ്ട്. അപ്പം UPSCയിൽ എവിടെയാണ് ബിംസ്റ്റെക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രിലിംസിൽ നമുക്ക് ബിംസ്റ്റെക് അല്ലെങ്കിൽ അതുപോലെയുള്ള ഇന്റർനാഷണൽ എഗ്രിമെന്റ്സും ഓർഗനൈസേഷൻസും സമ്മിറ്റ്സുമായിട്ടൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ടോപ്പിക്കിൽ, അതായത് കറണ്ട് ഇവന്റ്സ് ഓൺ ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്നുള്ള ഈ ടോപ്പിക്കിന്റെ കീഴിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മെയിൻസിലും ഇത്തരം ഓർഗനൈസേഷൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് GS പേപ്പർ 2-ൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് റീജിയണൽ ഗ്രൂപ്പിംഗ് എന്ന ടോപ്പിക്കിന്റെ കീഴിൽ. ഇനി നമ്മൾ ബിംസ്റ്റെക്കിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫാക്ടറിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് രൂപീകരിക്കപ്പെട്ടത് 1997-ലാണ്. ഇതിന്റെ ഫൗണ്ടിംഗ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ് ഒക്കെയാണ്. അപ്പോൾ ഇതിന്റെ ബിഗിനിങ്ങിൽ ഇതിനെ അറിയപ്പെട്ടിരുന്നത് ബിംസ്റ്റെക് എന്നുള്ളതാണ്. അതായത് ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ് എക്കോണമിക് കോപ്പറേഷൻ എന്നുള്ളതാണ്. പക്ഷേ 1997-ൽ മ്യാൻമറിൽ ഇതിൽ ഒരു അംഗമാവുകയും പിന്നീടാണ് അതിന് ബിംസ്റ്റെക് എന്ന് മാറ്റുകയും ചെയ്യുകയുണ്ടായി. ഇതിന്റെ സെക്രട്ടേറിയറ്റ് ബംഗ്ലാദേശിലാണുള്ളത്. ധാക്കയാണ് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായിട്ടുള്ള ധാക്കയിലാണ് ബിംസ്റ്റെക്കിന്റെയും സെക്രട്ടേറിയറ്റ് ഉള്ളത്. അതിനുശേഷം പിന്നീട് ഭൂട്ടാനും നേപ്പാളും ഇതിൽ അംഗമാവുകയുണ്ടായി. ഇപ്പോൾ ഇതിൽ ആരൊക്കെയാണ് അംഗമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമർ, ശ്രീലങ്ക, ഭൂട്ടാൻ ആൻഡ് നേപ്പാൾ, ഇവരൊക്കെയാണ് ഇപ്പോൾ ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. എന്തൊക്കെയാണ് ബിംസ്റ്റെക്കിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്താണ്, പ്രിൻസിപ്പിൾസ് എന്താണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റിംഗ് എക്കോണമിക് ഗ്രോത്ത് ആൻഡ് സോഷ്യൽ പ്രോഗ്രാം, അതായത് സാമ്പത്തിക സാമൂഹിക വികസനം ഉറപ്പുവരുത്തുക. നിങ്ങൾ ഈ ബിംസ്റ്റെക്കിന്റെ ഈ ഒരു മേഖല തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇതിൽ ഏതാണ്ട് ഇന്ത്യയിൽ തന്നെയുണ്ട് 1.4 ബില്യൺ പീപ്പിൾ. അതായത് മറ്റ് രാജ്യങ്ങളെ കൂടെ എടുത്ത് നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1.8 ബില്യൺ പോപ്പുലേഷൻ ഇവിടെയുണ്ട്. അതായത് അങ്ങനെ പറയുകയാണെങ്കിൽ ലോക ജനസംഖ്യയുടെ തന്നെ ഏതാണ്ട് 22% ഈ ഒരു ബിംസ്റ്റെക് രാജ്യങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയ്ക്ക് അതിശക്തമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഈ മേഖലയ്ക്കുണ്ട്. രണ്ടാമത്തെ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ പ്രൊമോട്ട് കൊളാബറേഷൻ ഇൻ എക്കോണമിക്, സോഷ്യൽ, സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ഫീൽഡ്. ഇപ്പൊ തന്നെ നോക്കിക്കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് മ്യാൻമറിൽ ഭൂചലനം ഉണ്ടായ സമയത്ത് ഇന്ത്യ ഓപ്പറേഷൻ ബ്രഹ്മ കൊണ്ടുവന്നു. ഓപ്പറേഷൻ ബ്രഹ്മ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് മ്യാൻമറിലെ ജനതയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ അതുപോലെയുള്ള സോഷ്യൽ, സയന്റിഫിക്, ടെക്നിക്കൽ ആൻഡ് എക്കോണമിക് ഫീൽഡിൽ കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡിങ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് സപ്പോർട്ട് ഇൻ എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. അതായത് രാജ്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരിക, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് വികസനം കൈവരിക്കുക, ഇതൊക്കെയാണ് മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനിയും ഇതിന്റെ മൂല്യങ്ങൾ, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ബിംസ്റ്റെക് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ സോവറിൻ ഈക്വാളിറ്റി, അതായത് ഒരു രാജ്യം എടുക്കുന്ന തീരുമാനം മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ബാധിക്കാൻ പാടുള്ളതല്ല. ഇന്ത്യ എടുക്കുന്ന ഒരു തീരുമാനം ബംഗ്ലാദേശിന്റെ പരമാധികാരത്തെയോ, ബംഗ്ലാദേശ് എടുക്കുന്ന ഒരു തീരുമാനം നേപ്പാളിന്റെയോ ഇല്ലെങ്കിൽ മ്യാൻമറിന്റെയോ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എന്ത് പോളിസി, നമ്മൾ മിലിറ്ററിയിൽ കൊണ്ടുവരുന്ന റിഫോംസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഡെവലപ്മെന്റൽ പ്രോജക്റ്റ് ആയിക്കോട്ടെ, ഒന്നും തന്നെ മറ്റൊരു രാജ്യത്തിന്റെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയെ ബാധിക്കാൻ പാടില്ല. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഇന്റർഫിയറൻസ് ഇൻ ദ ഇന്റേണൽ അഫയേഴ്സ്. ഒരു രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ രാജ്യത്തിന്റെ മാത്രം പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായി തീരണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യം ഒരു രാജ്യത്തിന്റെ ഇന്റേണൽ അഫയേഴ്സിൽ പോയി ഇടപെടാൻ പാടുള്ളതല്ല. ഇപ്പൊ തന്നെ റീസെന്റ് നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്കയിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലും ഇന്റേണൽ പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടാവുകയുണ്ടായി. പക്ഷേ ഇന്ത്യ അതിൽ പോയി ഡയറക്റ്റ് ആയിട്ട് ഇടപെടാൻ ശ്രമിച്ചില്ല.
പക്ഷെ നമ്മൾ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കും, സാമ്പത്തികമായിട്ടുള്ള സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ അവരുമായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ നീക്കം നടത്തിക്കൊണ്ട് നമ്മൾ ആ പ്രശ്നത്തെ പരിഹരിച്ചു എന്നുള്ളതല്ലാതെ നമ്മൾ ആ പ്രശ്നം നടക്കുമ്പോൾ അവിടെ ഒരു ഫാക്ഷനെ പോയി സപ്പോർട്ട് ചെയ്യാനോ ഇല്ലെങ്കിൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാനോ പാടുള്ളതല്ല. അടുത്തതെന്ന് പറയുന്നത് പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ബെനിഫിറ്റ്, അതായത് സമാധാനമായിട്ടുള്ള നിലനിൽപ്പും അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ മാക്സിമം ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്തൊരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഓപ്പറേഷൻ ബ്രഹ്മ അതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ റീസെൻ്റ്ലി നമുക്കിപ്പം നമ്മൾ നോർത്ത് ഈസ്റ്റ് റീജിയൻ, ഇന്ത്യ വന്ന് നോർത്ത് ഈസ്റ്റ് റീജിയൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ധാരാളം ഡെവലപ്മെൻറ്റൽ ലോജിസ്റ്റിക് പ്രോഗ്രാംസ് കൊണ്ടുവരുന്നുണ്ട്. അതിന് നമുക്ക് ബംഗ്ലാദേശിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇച്ചിരൂടെ അത് ബെറ്റർ ആയിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ബിംസ്റ്റെക്കിൻ്റെ പ്രിൻസിപ്പിൾ. സോ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ് ബിംസ്റ്റെക്കിൻ്റെ ഒബ്ജക്റ്റീവ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ്. ഇനി പ്രയോറിറ്റി സെക്ടേഴ്സ്, എവിടെയൊക്കെയാണ് ബിംസ്റ്റെക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നത്, ഏതൊക്കെ സെക്ടേഴ്സിലാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ തന്നെ 1.8 ബില്യൺ പോപ്പുലേഷൻ ആണുള്ളത്. അതുപോലെ തന്നെ ആക്സസിബിലിറ്റി ടു സീ, കടലുമായിട്ടുള്ള ആക്സസിബിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് ട്രേഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഉദ്ദേശം സെക്ടർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ രാജ്യത്തേക്ക് കൊണ്ടുവരിക, അതുവഴി സാമ്പത്തിക സുരക്ഷിതത്വം, അതുപോലെ സാമ്പത്തിക വളർച്ച, അതുപോലെ തന്നെ ജോലികൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഞാനിപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പം നമുക്ക് നോർത്ത് ഈസ്റ്റ് മേഖലയുടെ വികസനത്തിന് ബംഗ്ലാദേശിൻ്റെ കയ്യിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലോജിസ്റ്റിക്സ് ഒക്കെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബെറ്റർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രയോറിറ്റി സെക്ടറാണ്. അടുത്തെന്ന് പറയുന്നത് കൗണ്ടർ ടെററിസം ആൻഡ് ട്രാൻസ്നാഷണൽ ക്രൈം എന്നുള്ളത്. നമുക്കറിയാം ഈ നോർത്ത് ഈസ്റ്റ് മേഖലയിലായി കഴിഞ്ഞാൽ തന്നെ ധാരാളം ഈ ആനിമൽസിനെതിരെ അല്ലെങ്കിൽ പ്ലാന്റ്സ് ആനിമൽസിനെതിരെയൊക്കെയുള്ള ക്രൈംസ് ധാരാളം നടക്കുന്നുണ്ട്. ആനക്കൊമ്പിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കടുവയുടെ തൊലിക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക. അതുപോലെ തന്നെ ടെററിസം, അതായത് അവിടെ നടക്കുന്ന ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ്. ടെററിസം എന്ന് പറയുമ്പോൾ തീവ്രവാദം മാത്രമല്ലാതെ മറ്റ് സ്മഗ്ലിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രാജ്യങ്ങൾക്കിടയിലുള്ള കൊളാബറേഷൻ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബിംസ്റ്റെക് ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൗണ്ടർ ടെററിസം ആൻഡ് ട്രാൻസ്നാഷണൽ ക്രൈം ആണ്. അടുത്തെന്ന് പറയുന്നത് എൻവിറോൺമെന്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മ്യാൻമറും അതുപോലെ നോർത്ത് ഈസ്റ്റേൺ റീജിയനൊക്കെ ഞാൻ പറഞ്ഞ പോലെ ദേ കംസ് അണ്ടർ സെയിം എക്കോസിസ്റ്റം, ഒരേ എക്കോസിസ്റ്റത്തിന്റെ കീഴിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം കടുവയുടെ തൊലിക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആനയുടെ കൊമ്പിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഇല്ലീഗലായിട്ടുള്ള പല ബിസിനസ്സുകളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യുക, അതുപോലെ തന്നെ എൻവിറോൺമെന്റിനെ സംരക്ഷിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കണമെങ്കിൽ നമുക്ക് ഈ രാജ്യങ്ങൾക്കിടയിലുള്ള കൊളാബറേഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ബിംസ്റ്റെക് കൊടുക്കുന്ന അടുത്തൊരു പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻവിറോൺമെന്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്ത ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫിഷറീസ്, എനർജി, ടൂറിസം, ടെക്നോളജി, അഗ്രികൾച്ചർ, ഹെൽത്ത്, അതുപോലെ തന്നെ പോവർട്ടി അലിവേഷൻ, ഇതൊക്കെയാണ് മറ്റ് പ്രയോറിറ്റി സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഓൺ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കോണമിക് കോർപ്പറേഷൻ അഥവാ ബിംസ്റ്റെക്കിനെ കുറിച്ചാണ്. സോ നമ്മുടെ ഡിസ്കഷനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ക്വസ്റ്റ്യനുള്ള ഉത്തരം ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബിംസ്റ്റെക് ഈസ് പ്രൈമർലി എയിംഡ് അറ്റ് ഓപ്ഷൻ എ മിലിറ്ററി കോപ്പറേഷൻ, ഓപ്ഷൻ ബി റീജിയണൽ ആൻഡ് എക്കോണമിക് കോപ്പറേഷൻ, ഓപ്ഷൻ സി കൾച്ചറൽ പ്രിസർവേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ലാംഗ്വേജ് സ്റ്റാൻഡർഡൈസേഷൻ. സോ അതിൻ്റെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓപ്ഷൻ ബി റീജിയണൽ എക്കോണമിക് ആൻഡ് ടെക്നിക്കൽ കോപ്പറേഷൻ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സോ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.